ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. സാധാരണ രീതിയിൽ നാടൻ രീതിയിൽ വറുത്തരച്ചിട്ടുള്ള ഒരു മട്ടൻ കറി. അതിന് വേണ്ടിയിട്ട് പച്ചമസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു തക്കാളി, ഇതൊക്കെയാണ് പച്ചമസാലയ്ക്ക് വേണ്ടത്. ഇത് നമുക്ക് ചതച്ചിട്ടാണ് മട്ടൻ വേവിക്കുന്നത്. കൂടാതെ നമുക്ക് വറ്റൽ മുളക് ഒരു 10-20 എണ്ണം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ. ഇത്ര ഐറ്റംസ് വറുത്ത് അരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടെ നന്നായി വൃത്തിയാക്കി ചതച്ചെടുക്കാം. കണ്ടോ, എല്ലാം നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. മിക്സിയിലിട്ട് ഒരുപാട് അരച്ചൊന്നും എടുക്കരുത്, ചതക്കിയാണ് ചെയ്യുന്നത്. അമ്മിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അമ്മിയിൽ വെച്ച് ചതക്കുകയാണെങ്കിൽ സ്വാദേറും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ മിക്സിയാണിപ്പോൾ നിവൃത്തിയുള്ളത്, അതുകൊണ്ട് മിക്സിയിൽ നമുക്ക് ചതച്ചെടുക്കാം. കുക്കറിലാണ് നമ്മൾ മട്ടൻ വേവിക്കേണ്ടത്. മട്ടന് കുറച്ച് വേവ് അധികമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുള്ളിയും എല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കേട്ടോ, ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം അത്യാവശ്യം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ല പേസ്റ്റ് പോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ കൂടിയും നല്ല പച്ചമണം മാറുന്ന രീതിയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. ഈ പച്ചമസാലയിലാണ് നമ്മൾ മട്ടൻ വേവിച്ചെടുക്കേണ്ടത്. കണ്ടോ, നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ. അതിന് പകരമാണ് നമ്മൾ വറ്റൽമുളകും മുഴുവൻ മല്ലി ആയിട്ടൊക്കെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴങ്ങി കിട്ടിയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വഴങ്ങി കിട്ടി. നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി എപ്പോഴും പെട്ടെന്ന് വഴങ്ങി വരാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും. 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വഴങ്ങിയാൽ മതി. അധികം ഇനി നമുക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ മട്ടൻ കഴുകി വെച്ചത് ഇട്ട് കൊടുത്തു. ഞാനിവിടെ മട്ടൻ കഴുകാൻ നേരത്ത് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചു. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം നന്നായിട്ട് തിരുമ്മി കഴുകി അരിപ്പ പാത്രത്തിൽ എടുത്ത് വെച്ചു കേട്ടോ. മാംസം കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകണം, നന്നായിരിക്കും. മട്ടൻ നല്ല പോലെ മസാലയൊക്കെ പുരട്ടി നല്ല പോലെ വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മട്ടൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടൻ മസാല പൗഡർ, അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ കൊടുത്തു. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 6 വിസിൽ വരുന്നത് വരെ നമുക്ക് നല്ലപോലെ വേവിക്കാം. ആദ്യത്തെ വിസിലിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം, ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. സ്ലോ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള 5 വിസിൽ ആ സ്ലോ ആയ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് നന്നാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നു. അതിനുശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 6 വിസിലൊക്കെ വന്ന് നമ്മുടെ മട്ടനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകും കുരുമുളകും മല്ലി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഇതുപോലെ ഒരു കടായി വയ്ക്കാം. കടായി നല്ലപോലെ ചൂടായ ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക്, കുരുമുളക്, മുഴുവൻ മല്ലി, നല്ല ജീരകം, പെരിഞ്ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം, വറുത്തെടുക്കാം. ആദ്യം നമ്മൾ ഡ്രൈ ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. കുറച്ചിതൊന്ന് വറുത്ത് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വന്ന ശേഷം മസാലയെല്ലാം നല്ലപോലെ മൂത്ത് വന്ന ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തു. ഒരു പ്രത്യേക സ്വാദാണത്.
നാടൻ മസാലയാണല്ലോ. അപ്പോൾ അത് മൂത്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു സ്വാദായിരിക്കും. ഇതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നല്ലപോലെ നമ്മുടെ മസാലയെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കേണ്ടതുണ്ട്. അരയ്ക്കാനായിട്ട് മിക്സിയിലിട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, വളരെ കുറവ്, അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതിനുശേഷം നമുക്കിതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടനെല്ലാം വെന്ത് എയറൊക്കെ പോയി കുക്കറിൽ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കേണ്ടതുണ്ട്. കുക്കറൊന്ന് തുറന്നു നോക്കി, കണ്ടോ മട്ടനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് അതുപോലെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് തിളപ്പിക്കാം നമുക്ക്. തിളപ്പിച്ച ശേഷം നമ്മൾ മസാല കൂട്ടുന്നത് ചട്ടിയിലാണ് കേട്ടോ. കുക്കറിൽ നിന്ന് നമ്മൾ മാറ്റും, ചട്ടിയിലേക്കാണ് നമ്മൾ മസാല ചേർക്കുന്നത്. മസാല നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ഒന്ന് തിളപ്പിക്കാം. വെള്ളത്തിൻ്റെ അംശം കുറച്ചൊന്ന് കുറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം കുക്കർ അടുപ്പത്തുനിന്ന് മാറ്റാം. പിന്നെ നമുക്ക് ചട്ടി വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ചു. അതിൽ ഇറച്ചിക്കറി വെക്കാൻ ഒരു ചട്ടി, മീൻകറി വെക്കാൻ വേറൊരു ചട്ടി, അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു 4-5 ചട്ടി ഞാൻ വാങ്ങിച്ചു. ചട്ടിയിൽ കറി വയ്ക്കുന്ന ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ചട്ടി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ മസാല മൂപ്പിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ കൂടിയും നമ്മൾ കറിയിലേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മസാല ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചട്ടി ചൂടാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ. പക്ഷേ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയെല്ലാം നല്ലപോലെ ചൂടായി കിട്ടി. കണ്ടോ മസാല നല്ലപോലെ അരച്ചെടുത്തത്. ഈ മസാലക്കൂട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. ചട്ടിയിലൊക്കെ നമ്മളിതുപോലെ മസാല മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. കണ്ടോ നല്ലപോലെ മസാല മൂത്ത് വഴങ്ങി വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ അരച്ചെടുത്ത മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കതും ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. മസാലയുടെ കുറച്ച് അംശമൊക്കെ അതിലുണ്ടായിരുന്നല്ലോ, ആ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. അതിനുശേഷം നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. തിള വരുമ്പോഴേക്കുമാണ് നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ, അത് 4 കട്ട് ചെയ്ത് 4 പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ തെളിയുമ്പോൾ, തിള വന്ന് എണ്ണ തെളിയുന്ന ആ സമയത്ത് നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇത് മസാല ചേർത്തെടുക്കാം. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. കേട്ടോ 1 കിലോ അളവിലാണ് കേട്ടോ ഞാനിവിടെ മട്ടൻ വാങ്ങിയിരിക്കുന്നത്. മട്ടൻ ഈ മസാലയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഒരു 5 മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് മട്ടൻ ഒന്ന് തിളച്ച് ചേർന്ന് വരേണ്ടതുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. കണ്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർന്നു. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മട്ടൻ വേവിക്കാൻ നേരത്ത് സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മറന്നു പോകരുത്. ഉപ്പ് അധികമായാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഓർമ്മ വെച്ചിട്ട് ബാക്കി പോരായ്മ ഉണ്ടെങ്കിൽ രുചിച്ച് നോക്കിയ ശേഷം ഉപ്പിടാം. അപ്പോൾ നമ്മുടെ മട്ടൻ നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുടെ അളവ് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്ന് ഉള്ളവർക്ക്. അല്ലെങ്കിൽ തിക്ക് ഗ്രേവിയാണ് ആഗ്രഹിക്കണമെങ്കിൽ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ മട്ടൻ കറി അവിടെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് താളിച്ചൊഴിക്കേണ്ടതുണ്ട്. ഒരു 5 മിനിറ്റ് മട്ടൻ ഒന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ടാണ് നമ്മൾ താളിപ്പ് തയ്യാറാക്കുന്നത്. താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ തവ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളിതുപോലെ മാംസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് താളിപ്പ് ചേർക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു സ്വാദിന് ഒരു പ്രത്യേകതയുണ്ടാകും. ഒരു വല്ലാത്ത നല്ലൊരു സ്വാദ് കിട്ടും നമുക്ക് ഈ താളിപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ആണെങ്കിലും
മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ താളിപ്പിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പ്രത്യേക സ്വാദാണതിന്. കണ്ടോ, മട്ടനൊക്കെ നല്ല പോലെ വെന്ത് മസാലയൊക്കെ പിടിച്ച് വളരെ രുചികരമായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേക സ്മെല്ല് തന്നെ കിട്ടുന്നുണ്ട്. ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കറി ഉഗ്രനായിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, വളരെ സ്വാദായിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പത്തിന്, പൊറോട്ടയ്ക്ക്, പത്തിരിക്ക്, നെയ്ച്ചോറിന് ഒക്കെ, ചപ്പാത്തിക്കും ഒക്കെ ഈ കറി വളരെ രുചികരമായിട്ട് നമുക്ക് കൂട്ടാവുന്ന ഒന്നാണ്. അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടച്ചു മൂടി ഒരു 10 മിനിറ്റ് വെക്കാം. ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് നമ്മൾ കറി പാകം ചെയ്ത ശേഷവും അടച്ചു മൂടി വെക്കണം. കാരണം അതിൻ്റെ മസാലയൊക്കെ ചേർന്ന് പിടിച്ച് നല്ല സെറ്റായി കിട്ടും നമുക്ക് കഴിക്കാൻ നേരത്ത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പതിവ് പോലെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും തരാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിലെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ, നല്ലത് മാത്രം ഉണ്ടാവട്ടെ, ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.